ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മികച്ച എക്സ്പീരിയൻസും ഉണ്ട്, ഡീപ്പ് നോളജും ഉണ്ട്. എന്നാൽ പലപ്പോഴും കമ്പനികളിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും വേണ്ടത്ര സാലറി ലഭിക്കുന്നില്ല എന്നൊരു പരാതി പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്. പലപ്പോഴും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ധാരാളം ആൾക്കാരും ഇന്നുണ്ട്. എന്നാൽ ഈ രണ്ട് കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മികച്ച അറിവുണ്ടെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് അകത്തല്ല പുറത്തും ഇന്നുണ്ട്. അത്തരം ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ വരുമാനത്തിലേക്ക് എൻട്രി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടെ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റികളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള ആളുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മികച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കാം എന്നതാണ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ SEO, കണ്ടന്റ് റൈറ്റിംഗ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ് തുടങ്ങിയ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മികച്ച അറിവുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്കുകൾ എടുക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്ലയൻറ്റിൽ നിന്ന് തന്നെ 6,000 രൂപ മുതൽ അതിൻ്റെ മുകളിലോട്ട് 60,000 രൂപ വരെയോ നിങ്ങളുടെ റൈറ്റ് അനുസരിച്ചും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തും നിങ്ങളുടെ അറിവിനെ ബേസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വർക്കുകൾ എടുക്കണമെങ്കിൽ ലിങ്ക്ഡിൻ മുഖേനയോ ഫ്രീലാൻസർ എന്ന മുഖേനയോ ഫൈവർ മുഖേനയോ നിങ്ങൾക്ക് വർക്കുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ക്ലയൻറ്റിന് എന്താണ് ആവശ്യം അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നിഷിൽ നിങ്ങൾ അത്രയധികം ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ നിഷുമായി ബന്ധപ്പെട്ട വർക്കുകളും ഇതിലൂടെ എടുക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് ബ്ലോഗിംഗ്, അതേപോലെ തന്നെ വ്ളോഗിംഗ് എന്നത്. ബ്ലോഗിംഗ് എന്നത് കണ്ടന്റ് റൈറ്റിംഗ് ആണ്. അതായത് നിങ്ങൾ വേർഡ്പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച് ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്തു പോവുക. അതിനുശേഷം ഗൂഗിൾ ആഡ്സൻസുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആഡ്സ് പ്രദർശിപ്പിക്കും. $100 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കും. ഇനി അതുകൂടാതെ തന്നെ പ്രൊമോഷൻസും ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാം, ബിസിനസ്സുകളും ഒക്കെ. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അതിലൂടെയും വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് വ്ളോഗിംഗ് എന്ന് പറയുന്നത്. വ്ളോഗിംഗ് എന്നത് ഇതേപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബ്രാൻഡ് കൊളാബറേഷൻ, അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയൊക്കെ തന്നെ നിങ്ങൾക്ക് വരുമാനത്തിലുള്ള സാധ്യത അവിടെ തുറന്നിടുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വരുമാന സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം വ്യൂവേഴ്സ് നിങ്ങൾക്കുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ അത്രയധികം വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ മറ്റൊരു സാധ്യതയാണ് സെയിൽസ് എന്നത്. എന്താണ് ഇവിടെ സെയിൽസുമായിട്ടുള്ള ബന്ധം എന്നത്? നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിവുണ്ടെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ സെയിൽസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുണ്ട്. ഒന്നാണ് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുക എന്നത്. ധാരാളം ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ടെംപ്ലേറ്റ്സുകളായിക്കോട്ടെ, ബുക്കുകളായിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ അത്തരം ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ പ്രോഡക്റ്റുകൾ. ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ജസ്റ്റ് ഒരു GST എടുക്കണം എന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിഫൈയിലോ മറ്റോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഇതല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് വഴിയും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡുമായിട്ട് മികച്ച അറിവുണ്ടെങ്കിൽ കമ്പനികളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനും ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇന്നുണ്ട്. അത്തരം സാധ്യതകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ മണിക്കൂറിനാണ് അവിടെ പേയ്മെൻറ്റ് നിങ്ങൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മികച്ച അറിവുണ്ടെങ്കിൽ ഇത്തരം സാധ്യതകളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒന്നുകിൽ നിങ്ങളുടെ വരുമാനം
വർദ്ധിപ്പിക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്ത് ഒരു ഫ്രീലാൻസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാനോ തുടങ്ങിയ സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത്. ഈ വീഡിയോ വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.